ഹലോ സുഹൃത്തുക്കളെ, ഇവനാണ് പഫർ ഫിഷ്. ഇവന്റെ കൂട്ടത്തിൽ പെൺകുട്ടികളെ കിട്ടാൻ പാടാണ്. ഇവന്റെ കഷ്ടപ്പാട് കണ്ടുപിടിച്ചത് 1995 ജപ്പാൻ തീരത്ത് നിന്ന് അകലെയുള്ള മുങ്ങൽ വിദഗ്ധർ മണൽ നിറഞ്ഞ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് വൃത്താകൃതിയിലുള്ള പാറ്റേണുകൾ കണ്ടമ്പരുന്നു. ശ്രദ്ധാപൂർവം നിർമ്മിച്ച ഈ വൃത്തങ്ങൾ ആരാണ് നിർമ്മിച്ചത്? ഏകദേശം 6 അടിയിൽ കൂടുതൽ വീതി. എന്തുകൊണ്ട്? ഉത്തരം അന്യഗ്രഹ ജീവികളോ മനുഷ്യരോ ആയിരുന്നില്ല. വൃത്തങ്ങൾ നിർമ്മിച്ചത് ഏകാന്തമായ ആൺ പഫർ ഫിഷുകളായിരുന്നു. വൃത്തങ്ങളുടെയും അവ സൃഷ്ടിച്ച ചെറു മത്സ്യത്തെയും കുറിച്ച് പഠിക്കാൻ ഗവേഷകർ 80 അടി താഴേക്കിറങ്ങി. ആൺ പഫർ ഫിഷ് ഒരു പെണ്ണിനെ ആകർഷിക്കാൻ തന്റെ കലാപരമായ കഴിവുകൾ ഉപയോഗിക്കുന്നതായി തോന്നുന്നു. പങ്കാളികൾക്കായിട്ടുള്ള മത്സരം കഠിനമാണ്. അതിനാൽ സന്താന സൗഭാഗ്യമുള്ള ഇണകളെ ആകർഷിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു. പിന്നീട് കടൽ ഷെല്ലുകൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യും. ഈ പാറ്റേൺ ഒരു പെൺമത്സ്യത്തിന് ചെളി നിറഞ്ഞ ആഴങ്ങളിലേക്ക് ആണിനെ കണ്ടെത്താൻ സഹായിക്കുന്നു. തന്റെ ചിറകുകൾ ഉപയോഗിച്ച് താഴ്വരകളും വരമ്പുകളും ഉണ്ടാക്കി മണലിലെ വൃത്തങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ കഠിനാധ്വാനം പൂർത്തിയാക്കാൻ 9 ദിവസം വരെ എടുത്തേക്കാം. ഒരു അവസാന മിനുക്കുപണി എന്ന നിലയിൽ കൂടുണ്ടാക്കാൻ അവൻ വൃത്തത്തിന്റെ മധ്യത്തിൽ നേർത്ത മണൽ നിക്ഷേപിക്കുകയും കൂട് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പെൺമത്സ്യം അവിടെ വരൂ. ആൺമത്സ്യം മധ്യത്തിൽ കാത്തിരിക്കുകയും അവളെ ആകർഷിക്കാൻ നേർത്ത മണൽ ഇളക്കി വിടുകയും ചെയ്യുന്നു. അവൻ വിജയിച്ചാൽ പെൺമത്സ്യം കൂടിന്റെ മധ്യഭാഗം സന്ദർശിച്ച് മുട്ടയിടുന്നു. ഇതിനെയാണ് സ്പോണിംഗ് എന്ന് പറയുന്നത്. പെൺമത്സ്യം മുട്ടയിട്ട് കഴിഞ്ഞാൽ യഥാർത്ഥ ജോലി ആരംഭിക്കും. കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ ആൺമത്സ്യം 6 ദിവസം കൂടി കൂട്ടിൽ തുടരും. മുട്ടകൾ പരിപാലിക്കും. വൃത്തങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഷെല്ലുകൾ കുഞ്ഞു പഫർ ഫിഷിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു. കുഞ്ഞുങ്ങൾ യാത്രയായി കഴിഞ്ഞാൽ കഠിനാധ്വാനിയായ ആൺമത്സ്യം മറ്റൊരു വൃത്തത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. രസകരമായ കാര്യമെന്ന് പറയട്ടെ, പഫർ ഫിഷ് ഒരിക്കലും തന്റെ വൃത്തങ്ങൾ വീണ്ടും ഉപയോഗിക്കാറില്ല. പകരം ഓരോ തവണയും പൂർണ്ണമായും പുതിയൊന്നും ഉണ്ടാക്കുന്നു.